നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. ജില്ലയിലെ രണ്ടാമത്തെ KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂൾ കാട്ടാക്കടയിൽ അടുത്ത മാസം പ്രവർത്തനം ആരംഭിക്കും. ഡിപ്പോയിലെ വിശാലമായ വളപ്പിലാകും സ്കൂൾ പ്രവർത്തിക്കുക. IB സതീഷ് MLA മന്ത്രി KB ഗണേഷ് കുമാറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ CMD പ്രമോദ് ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ഡിപ്പോയിലെത്തി സ്ഥല സൗകര്യങ്ങൾ പരിശോധിച്ചു. 5 ഏക്കർ വിസ്തൃതിയിലുള്ള ഡിപ്പോയിൽ നിന്നും കൂടുതൽ ബസ് സർവീസുകൾ ആരംഭിക്കുവാനും ഡിപ്പോയിലെ സ്ഥലം പരമാവധി വികസന കാര്യങ്ങൾക്ക് വിനിയോഗിക്കാനും മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ധാരണയായി. സ്വീവേജ് പ്ലാന്റ് സ്ഥാപിക്കുന്നതുൾപ്പെടെ കാട്ടാക്കട പഞ്ചായത്ത് നൽകിയ വിവിധ പദ്ധതികൾക്ക് ഉടൻ അംഗീകാരം നൽകുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി MLA അറിയിച്ചു. ഡിപ്പോയുടെ ഭാവി വികസനം മുന്നിൽ കണ്ട് പദ്ധതി തയ്യാറാക്കാൻ MLAയുടെയും CMDയുടെയും സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം തീരുമാനിച്ചു. വിശദമായ പദ്ധതി തയ്യാറാക്കാൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ചുമതലപ്പെടുത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് K അനിൽകുമാർ, ജനപ്രതിനിധികൾ, കേരള കോൺഗ്രസ് B ജില്ലാ പ്രസിഡന്റ് പൂജപ്പുര രാധാകൃഷ്ണൻ എന്നിവരും ഉദ്യോഗസ്ഥ സംഘത്തിനൊപ്പം എത്തി. കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രി വളരെ ധീരമായ ചില ചുവടുവയ്പ്പുകൾ നടത്തുകയാണ്. KSRTCയുടെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഭൂമി പലതരത്തിൽ ഉപയോഗപ്രദമാക്കാം എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സമീപനം സ്വീകരിക്കുക. കേരളത്തിലെ വിവിധ KSRTC ഡിപ്പോകളുടെ ഭൂമി ഇതുപോലെ പലതരം കാര്യങ്ങൾക്കായി ഇതിനകം തന്നെ വിനിയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാട്ടാക്കടയിൽ മലയോര താലൂക്ക് ആസ്ഥാനമാണ്. ഇവിടെ RT ഓഫീസുണ്ട്. ഡ്രൈവിംഗ് സ്കൂൾ പരിശീലനത്തിനാവശ്യമായ സംവിധാനങ്ങളില്ല. ആ പശ്ചാത്തലത്തിലാണ് ബഹുമാനപ്പെട്ട മന്ത്രി കാട്ടാക്കട KSRTC ഡിപ്പോ പരിസരത്ത് ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കാനുള്ള തീരുമാനമുണ്ട്. നമ്മൾ ഇവിടെ ഈ സ്ഥലം സന്ദർശിക്കുകയും ഇന്നലെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നമ്മളൊരു ചർച്ച നടത്തുകയും അതിൻ്റെ തുടർച്ചയായി ഇന്ന് തന്നെ നമ്മൾ ഈ സന്ദർശനം അറേഞ്ച് ചെയ്യുകയും സ്ഥലം ഒക്കെ കാണുകയും ചെയ്തു. ഏറ്റവും അടുത്തുള്ള സമയത്ത് തന്നെ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് ഈ പ്രവൃത്തി പൂർത്തിയാക്കി മുന്നോട്ട് പോകാനാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഗതാഗത സംസ്കാരം കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ എന്നുള്ള കാര്യം ആദ്യമായി കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് ചിട്ടയായ ഒരു സിലബസും അതേപോലെ വളരെ അഫോർഡബിളായിട്ടുള്ള നിശ്ചയിച്ചിട്ടുള്ള നിരക്കുകളുമാണ് ഉള്ളത്. അതേപോലെ തന്നെ SC/ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കുള്ള ഡിസ്കൗണ്ടുകളുണ്ട്. കൂടാതെ ബാക്കിയുള്ളവർക്കെല്ലാം ഒരു നിശ്ചിത റേറ്റാണ് ഒരു KSRTCയിൽ. അതേപോലെ എല്ലാ ദിവസവും അതിനനുസരിച്ചിട്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ചിട്ടുള്ള ഡ്രൈവിംഗ് പ്രാക്ടീസും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തുടങ്ങിയ ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ എല്ലാവരും വളരെ സംതൃപ്തരായിട്ടാണ് അവിടെ നിന്ന് പാസ് ഔട്ട് ആയിരുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ഉപയോഗപ്രദമാകും എന്നാണ് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്.